എല്ലാ മന്ത്രവും ഗൂഗിളിൽ അടിച്ചാൽ എല്ലാ മന്ത്രവും കിട്ടും. എല്ലാ മന്ത്രവും വായിച്ചിട്ട് സർവൈശ്വര്യത്തിന് മന്ത്രം, ഗൾഫിൽ നിൽക്കുന്ന മകന് പൈസ ഉണ്ടാക്കാൻ കുബേര മന്ത്രം, ആരോഗ്യം ഉണ്ടാകാൻ മൃത്യുഞ്ജയ മന്ത്രം, മറ്റതിന് മന്ത്രം, മറിച്ചതിന് മന്ത്രം, ഇതെല്ലാം ഗൂഗിളിലും യൂട്യൂബിലും കണ്ടിട്ട് കുത്തിയിരുന്ന് ജപിക്കുന്നവരാ നിങ്ങൾ. ഏതെങ്കിലും മന്ത്രം രക്ഷിച്ചോ? ഇല്ല. കാരണം എന്താണ്? ആയുർവേദവും ഹോമിയോയും അലോപ്പതിയും കൂടെ കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? മന്ത്രങ്ങളൊക്കെ മനനാത്രായതേ ഇതി മന്ത്ര, അർത്ഥമറിഞ്ഞും അതിൻ്റെ ഗുണമറിഞ്ഞും മാത്രം ഗുരു ഉപദേശപ്രകാരം ജപിക്കുക. അല്ല എങ്കിൽ ഗുണത്തിലേറെ ദോഷം ചെയ്യും. അല്ലേ? അങ്ങോട്ട് പൊക്കോളൂ എന്ന് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് പൊക്കോളാൻ പറഞ്ഞ് നിങ്ങൾ പോകും. പകരം അങ്ങോട്ട് പൊക്കോളൂ, അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് ഈ മന്ത്രവും ഈ സൈനും തമ്മിൽ വ്യത്യാസമില്ലേ? ആയില്ലേ? അപ്പം മന്ത്രം പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അതിന് ശക്തിയുണ്ട്. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തൊരു ആൾ വന്നു. ഗുരുജി, ഈ മന്ത്രത്തിന് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചു. വളരെ സൗമ്യനാണ് സ്വാമി, ഒരാളെപ്പോലും വഴക്കിട്ടിട്ടില്ല. അപ്പോൾ അല്ല, അങ്ങനെ ശക്തി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങേ വിശ്വസിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇരുന്നു. എണീക്കടാന്ന് പറഞ്ഞു. പെട്ടെന്ന് ചാടി എണീറ്റു. കടക്ക് പുറത്തെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ വ്യക്തി നടന്നു പോയപ്പോൾ വിളിച്ചു, കുഞ്ഞേ വരൂ എന്ന് വിളിച്ചു. അപ്പോൾ മന്ത്രത്തിൻ്റെ ശക്തി മനസ്സിലായോ എന്ന് ചോദിച്ചു. പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറഞ്ഞാൽ ഏത് മന്ത്രത്തിന് ശക്തി ഉണ്ടാവും? ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇരുന്നു. എണീക്കടാ കടക്ക് പുറത്തെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ എണീറ്റ് പുറത്തുപോയി. തിരിച്ചു വിളിച്ചു, കുഞ്ഞേ വരൂ. ഇതാണ് മന്ത്രത്തിൻ്റെ ശക്തി. ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഏത് മന്ത്രത്തിനും ശക്തിയുണ്ട്. പക്ഷെ അനാവശ്യമായ മന്ത്രങ്ങളൊന്നും എടുത്ത് ഉപയോഗിക്കേണ്ട. അതൊക്കെ ക്ഷേത്രത്തിൽ അവർ ചൊല്ലിക്കോളും. ഇവിടെ എന്നാൽ പിന്നെ ഒരു മൃതസഞ്ജീവനി പൂജ കഴിപ്പിക്കാം. പൂജാരി ചൊല്ലുന്ന മന്ത്രം കേട്ട് എന്നിട്ട് പോയി ഗൂഗിളിൽ അടിക്കും, അതെടുത്ത് വെച്ച് ജപിക്കും. അത് ഞാൻ പറഞ്ഞ പോലെ ആയുർവേദവും ഹോമിയോയും അലോപ്പതിയും കൂടെ വയറുവേദനയ്ക്ക് കഴിക്കുമ്പോൾ വയറ് ചീത്തകത്തേ ഉള്ളൂ, നിങ്ങളുടെ ആരോഗ്യം പോവും. ആവശ്യമുള്ളൊരു മന്ത്രം, കീർത്തനങ്ങൾ ഏത് വേണേലും ജപിക്കാം. സ്തുതിച്ച് പാടുന്ന ഏത് മന്ത്രങ്ങളും നിങ്ങൾക്ക് ജപിക്കാം. നിയമാനുസരണമുള്ളൊരു മന്ത്രമാണെങ്കിൽ അതിന് ഛന്ദസ്സുണ്ടാകും, ഋഷി ഉണ്ടാകും, ഉപചാരമുണ്ടാകും, മൂലമന്ത്രം ഉണ്ടാവും, ധ്യാനമുണ്ടാവും. അത് മുഴുവനായി ജപിച്ചാൽ മാത്രമേ മന്ത്രത്തിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാത്ത മന്ത്രം വേണ്ട. നിങ്ങൾ രാമനാമം ജപിച്ചോളൂ, അല്ലേ? നിങ്ങൾ അഷ്ടോത്തരം ജപിച്ചോളൂ, ഏത് ദേവൻ്റെയും. അതൊക്കെ നമുക്ക് ജപിക്കുക. ആവശ്യമില്ലാത്ത അഘോരമന്ത്രം ശത്രുവിനെ സംഹരിക്കുവാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് നോം ഹ്രീം സ്പുരസ് പുരസ് പ്രസ് പുരസ് പ്രസ് പുരസ് ഘോര ഘോര എന്ന് പറഞ്ഞിട്ട് ജപിച്ചാൽ ശത്രുവിനെ സംഹരിക്കാൻ പറ്റില്ല.